കുറഞ്ഞ മാർക്ക് മേടിക്കുന്ന കുട്ടികൾക്കും കൂടുതൽ ലക്ഷക്കണക്കിന് രൂപ സാലറി മേടിക്കാൻ പറ്റുന്ന ഒരു കരിയർ ഓപ്ഷനാണ് പൈലറ്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ, എങ്ങനെ നിങ്ങൾക്കൊരു പൈലറ്റ് ആവാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു 12th ഒക്കെ പാസ്സായി കഴിയുമ്പോൾ അടുത്തത് എന്താണ് കരിയർ ഓപ്ഷൻ, ഡിഗ്രി എടുക്കണോ അല്ലെങ്കിൽ എൻജിനീയറിംഗ് സെലക്ട് ചെയ്യണോ, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലോട്ട് പോകണോ, വേറെ ഏതെങ്കിലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കരിയർ ഓപ്ഷൻ ഉണ്ടോ, അതിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റുമോ, അതുപോലെ മറ്റുള്ളവർ തിരഞ്ഞെടുക്കാത്ത വേറൊരു ഫീൽഡ് ഉണ്ടോ, വലിയ കോമ്പറ്റീഷൻ ഇല്ല എന്നാലും കൂടുതൽ സാലറിയും ഡിഗ്നിറ്റിയും ഇതുപോലെ തന്നെ വരാൻ പറ്റുന്ന ഒരു കരിയർ ഓപ്ഷൻ ഉണ്ടോ എന്നെല്ലാം നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒരു കാലയളവാണ് +2 കഴിയുന്നത്. സോ ഒരു 17 വയസ്സാവുമ്പോഴാണ് ഇതിനെ പറ്റിയുള്ള ഒരു റിസർച്ച് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഏറ്റവും പറ്റിയ ഒരു കരിയർ ഓപ്ഷൻ, അധികം കോമ്പറ്റീഷൻ ഇല്ലാതെ എന്നാൽ നല്ല സാലറിയും കിട്ടുന്ന, അതുപോലെ നല്ല ഡിഗ്നിറ്റി, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാരുടെ കൂട്ടോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ കൂട്ടോ അത്രയും ഡിഗ്നിറ്റിയും റെസ്പെക്റ്റോടുകൂടിയും നോക്കി കാണുന്ന ഒരു ജോലിയാണ് പൈലറ്റ് എന്ന് പറയുന്നത്. സോ അതിന് എന്താണ് നിങ്ങൾക്ക് ആവശ്യമായ ക്രൈറ്റീരിയ? നമ്മൾ +2-ന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, മിക്കവാറും കുട്ടികളെല്ലാം സയൻസ് ഓപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കൊമേഴ്സ് ആ രീതിയിൽ പോകുന്ന കുട്ടികളും ഉണ്ട്. അവർക്കായിട്ട് വേറെ എക്സാമുകളൊക്കെ ഉണ്ട്. സോ സയൻസ് ഓപ്റ്റ് ചെയ്യുന്ന കുട്ടികൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ ഒരു 60% മാർക്ക് മാത്രം എടുത്താൽ നിങ്ങൾക്ക് പൈലറ്റ് എന്ന ഒരു കരിയർ ഓപ്ഷൻ സാധിക്കാൻ കടക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ആ ഒരു ഓപ്ഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് BSc ഏവിയേഷൻ എന്ന ഡിഗ്രി ചെയ്യുക. BSc ഏവിയേഷൻ ഡിഗ്രി ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, DGCA അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ കോളേജുകളിലോ നിങ്ങൾ BSc ഏവിയേഷൻ എടുക്കാൻ നോക്കുക. സോ അതിന് നല്ല ചിലവാണ്, എന്നാലും നല്ല ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ് ഈ ജോലി എന്ന് നിങ്ങൾക്ക് ഓർക്കണം. സോ നിങ്ങൾക്ക് പെട്ടെന്ന് ലോണോ മറ്റു കാര്യങ്ങളോ എടുത്ത് പഠിച്ചാലും അത് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ തീർക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. സോ അത് BSc ഏവിയേഷൻ എടുത്തു കഴിയുമ്പോൾ അത് DGCA അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ കോളേജുകളിലോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, അടുത്തത് അവർക്ക് പ്രൈവറ്റ് ലൈസൻസ്, അതുപോലെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്, അങ്ങനെ കുറേ ലൈസൻസുകളുണ്ട്. സോ അത് നിങ്ങളുടെ ഫ്ലൈയിങ് അവേഴ്സ് ബേസ്ഡ് ആയിട്ടിരിക്കും. ഈ BSc ഏവിയേഷൻ പഠിക്കുന്ന സ്കൂളുകളിൽ തന്നെ ഫ്ലൈയിങ് സ്കൂൾ കാണും. അവിടെ നിങ്ങൾ എത്ര ഫ്ലൈയിങ് അവേഴ്സ് എടുക്കുന്നു, അതുപോലെ അതിൻ്റെ എക്സാം, എൻട്രൻസ് എക്സാം, അതിനെപ്പറ്റിയൊക്കെ ഉള്ള ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഫ്ലൈയിങ് അവേഴ്സ് ബേസ് ചെയ്ത് നിങ്ങൾക്ക് പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ്, കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്, കാർഗോ കൊണ്ടുപോകാനായിട്ടുള്ള ലൈസൻസ്, അങ്ങനത്തെയൊക്കെ ലൈസൻസുകൾ കിട്ടും. ഇന്ന് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലൈസൻസ് എങ്ങനെ എടുക്കാവുന്നതാണ്. സോ 200 ഫ്ലൈയിങ് അവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലൈസൻസ് എടുക്കാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെഡിക്കൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇതിനോടൊപ്പം തന്നെ ഈ 60% മാർക്ക്, എൻട്രൻസ് എക്സാം, അതുപോലെ DGCA അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏവിയേഷൻ, അതുപോലെ തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻസ്, നിങ്ങളുടെ ബോഡി ഹെൽത്ത്. ഇതെല്ലാം നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ. മെഡിക്കൽ A1 ക്ലാസ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം. സോ അതിനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു 8th സ്റ്റാൻഡേർഡോ 6th സ്റ്റാൻഡേർഡോ, ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ജിമ്മിനൊക്കെ പോയി 6th സ്റ്റാൻഡേർഡ് 7th സ്റ്റാൻഡേർഡ്
തൊട്ടേ കുട്ടികളെല്ലാം ജിമ്മിന് പോയി സ്വന്തം ഹെൽത്ത് നോക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. സോ അങ്ങനത്തെ കുട്ടികൾ ഉള്ള കാലത്ത് അവരെന്തായാലും നോക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ എല്ലാവരും ബോഡി ഹെൽത്ത് പറ്റി കോൺഷ്യസ് ആണ്, ബോഡിയെ പറ്റി കോൺഷ്യസ് ആണ്. സോ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളുടെ ശാരീരികമായിട്ട് തന്നെയല്ല, മാനസികമായിട്ടും മെൻ്റൽ ഹെൽത്തും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കരിയർ ഓപ്ഷനിൽ. കാരണം നമ്മൾ എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കണം. അതുപോലെ നമ്മൾ പെട്ടെന്ന് ഭയപ്പെടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകട സാധ്യതയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഭയങ്കര മെൻ്റലി ഫിറ്റ് ആയിരിക്കണം. വേറൊരു ഓപ്ഷൻ നോക്കാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ ഒരു കരിയർ ഓപ്ഷനാണ് പൈലറ്റ് എന്ന് പറയുന്നത്. സോ മെൻ്റൽ ഹെൽത്തും അവര് തീർച്ചയായിട്ടും പരിശോധിക്കുന്നതായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ഒരു പൈലറ്റ് ആവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യാൻ മറ്റുള്ള രാജ്യങ്ങളിലും മറ്റുള്ള സ്റ്റേറ്റുകളിലും ഒക്കെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ, അതും A1 ക്ലാസ്സിൽ നിങ്ങൾക്ക് ഹോട്ടലാണെങ്കിലും അതുപോലെ സ്റ്റേ ആണെങ്കിലും എല്ലാം സൂപ്പറായിട്ട് 5 സ്റ്റാർ ഹോട്ടലുകളിൽ നിങ്ങൾക്ക് അവർ അറേഞ്ച് ചെയ്യും. നിങ്ങൾക്ക് ലോഞ്ച് ഫെസിലിറ്റി കിട്ടും. അങ്ങനെ ഭയങ്കര ഫെസിലിറ്റി ഉള്ള ഒരു ജോലിയാണ് പൈലറ്റ് എന്ന് പറയുന്നത്. അതൊരു ജോലി മാത്രമല്ല, അതൊരു റെപ്യൂട്ടേഷനാണ്, റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു ജോലിയാണ്. അത്രയും നിങ്ങൾ ഒരു പറവയെ പോലെ പാറിപ്പറക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ, പൈലറ്റ് എന്ന് പറയുന്ന ഒരു കരിയർ ഓപ്ഷൻ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും.